നമ്മൾ ഹൈവേയിലേക്ക് കയറാനുള്ള വഴി, ഹൈവേ അങ്ങനെ രണ്ട് ഭാഗത്തേക്ക് കയറാനുള്ള വഴിയാണ് തന്നത്. അപ്പോൾ ഇപ്പോൾ സർവീസ് റോഡായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോരാതെ അവർ പറഞ്ഞത് നിങ്ങൾക്ക് 2 വേ ആണെന്നാണ്. ദേശീയപാതയിൽ പഴങ്കാവ് ചോളംവയൽ ജംഗ്ഷനിൽ ഓവർപാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സായാഹ്ന ധർണ 60 ദിവസം പിന്നിട്ടു. ഓവർപാസിന്റെ ആവശ്യകത അധികാരികളിലേക്ക് എത്തിക്കുന്നതിനായി മെയ് 2 രാവിലെ പഴങ്കാവിൽ നിന്നും വടകര RDO ഓഫീസിലേക്ക് കൂട്ടയോട്ടം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. NH66 പഴങ്കാവിൽ നിന്നും ചോളംവയൽ വഴി ടൗണിലേക്ക് പോകുന്ന റോഡ് NH66 6 വരി പൂർത്തിയാകുന്ന റോഡ് ഇല്ലാതാവുകയാണ്. ഏകദേശം പെരുവോട്ടിൻ താഴെ മുതൽ അടക്കാത്തിരി വരെ 26ഓളം റോഡുകൾ ഹൈവേ ക്രോസ് ചെയ്യാൻ പറ്റാതാവുകയാണ്. പട്ടണത്തിലേക്ക് കയറുന്ന റോഡും പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, മിനി സിവിൽ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, കോടതികൾ, ദിവസേന ബന്ധപ്പെടുന്ന കച്ചവട സ്ഥാപനങ്ങൾ, പച്ചക്കറി മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ NH തെക്ക് ഭാഗത്തും 10,000 അധിവസിക്കുന്ന പ്രദേശം ഹൈവേക്ക് വടക്ക് ഭാഗത്തും സ്ഥിതി ചെയ്യുകയാണ്. അതായത് പഴങ്കാവ്, ചോറോട്, ചേന്നമംഗലം, മാങ്ങാട്ടുപാറ, മലവൽമുക്ക്, അറക്കിലാട്, അങ്ങനെ നെല്ലിയങ്കര തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതാണ്. അവരൊക്കെ വടകര പട്ടണവുമായി ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്ന റോഡാണ് പഴങ്കാവിൽ നിന്നും ചോളംവയൽ വഴി പട്ടണത്തിലേക്കുള്ള യാത്ര. കൂടാതെ ഈ റോഡ് ഇല്ലാതാവുന്ന അവസരത്തിൽ നമുക്ക് വലതുഭാഗത്തെ, അതായത് പടിഞ്ഞാറ് ഭാഗം കൈനാട്ടി ഭാഗത്തേക്കുള്ള റോഡിലേക്ക് എൻട്രൻസ് ഇല്ലാതാവുകയാണ്. വടകര താലൂക്കിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ വാഹനം, ഫയർ ആൻഡ് റെസ്ക്യൂ സെൻറ്റർ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് പഴങ്കാവിലാണ്. വല്ല തീപിടുത്തമോ അപകടങ്ങളോ വെള്ളത്തിൽ വീണോ മറ്റ് അപകടങ്ങളുണ്ടായാൽ ഫയർ ആൻഡ് റെസ്ക്യൂ വാഹനത്തിന് അവിടെ എത്തിച്ചേരുവാൻ നമ്മൾ വിചാരിക്കുന്നതിലധികം സമയമെടുക്കുകയും അപകടത്തിൻ്റെ വ്യാപ്തി വലുതാവുകയും ചെയ്യും. ഇതിന് പരിഹാരം എന്ന നിലയിൽ പഴങ്കാവിൽ നിന്നും ചോളംവയൽ ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ ഓവർപാസ് നിർമ്മിക്കുക എന്നുള്ളതാണ്. ഓവർപാസിൽ കൂടി നമ്മൾ ആ ഭാഗത്തേക്ക് കടക്കുമ്പോൾ വലതുഭാഗത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സർവീസ് റോഡിൽ കൂടി തന്നെ പെരുവോട്ട് താഴേക്ക് പോകാം. അങ്ങനെ നമ്മുടെ പൂർവികന്മാരും എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് ഇല്ലാതാവുന്ന അവസ്ഥയിൽ ഞങ്ങൾ ഇപ്പോൾ സായാഹ്ന ധർണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നേക്ക് 61 ദിവസമായി സായാഹ്ന ധർണ, അതായത് നമ്മൾ ഈ പഴങ്കാവ് ഹൈവേ ജംഗ്ഷനിൽ നിത്യേന പഴങ്കാവ്, ചേന്നമംഗലം, ചോറോട് ഭാഗത്തുള്ള, നെല്ലിയാങ്കര ഭാഗത്തുള്ള ഒക്കെ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ അവിടെ വൈകുന്നേരം 4:30 മുതൽ 7 മണി വരെ സായാഹ്ന ധർണ ഇരിക്കുകയാണ്. ഇന്ന് 61ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിലും NHI ഓഫീസുകളിലും നമ്മുടെ കേരളത്തിലെ മിക്ക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കൊക്കെ നമ്മൾ ഈ നിവേദനം കൊടുക്കുകയും പത്രമാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ ഒന്ന് കാണാം. ഇതാ നിങ്ങൾ റോഡ് റെഡിയായി, ഹൈവേ ഓവർപാസ് റെഡിയായി, അല്ലെങ്കിൽ അണ്ടർപാസ് റെഡിയായി എന്നൊക്കെ. പക്ഷേ ആരും അത് പ്രഖ്യാപിച്ചതായി കാണുന്നില്ല. അപ്പോൾ നമ്മളോട് ആക്ഷൻ കമ്മിറ്റി എന്ന നിലയ്ക്ക് നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ റോഡൊക്കെ റെഡിയായല്ലോ, പത്രത്തിലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു വാർത്തയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ NHI അധികൃതരോടും ജില്ലാ കളക്ടറും ഒക്കെ സമീപിച്ചപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മെയ് 4 തീയതി വരെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കൊണ്ടും പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെയും ഭരണതലത്തിൽ അവർക്കൊന്നും ഒരു പ്രഖ്യാപനങ്ങൾ നടത്താൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ മെയ് 2 തീയതി കാലത്ത് പഴങ്കാവിൽ നിന്നും ബഹുജന വടകര പട്ടണത്തിലേക്ക് RDO ഓഫീസിലേക്ക് കൂട്ടയോട്ടം നടത്തുകയാണ്. കൂട്ടയോട്ടം നടത്തി ഞങ്ങൾ വടകര RDOവിന് ഞങ്ങളുടെ നിവേദനം കൊടുക്കുകയാണ്. അതിന് മുമ്പായിട്ടും ഞങ്ങൾ RDOവിന് നിവേദനം കൊടുത്തിട്ടുണ്ട്. 2500-ൽ പരം ആളുകൾ ഒപ്പിട്ട നിവേദനം തന്നെ ഞങ്ങൾ RDOവിന് നൽകിയിട്ടുണ്ട്. ആരിൽ നിന്നും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടിയും എടുത്തായി കാണുന്നില്ല. നമ്മുടെ ഈ കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ചരിത്രകാരൻ P. ഹരീന്ദ്രനാഥ്. അദ്ദേഹം കാലത്ത് 8:30 പഴങ്കാവ് കൈരളി വായനശാലേൻ്റെ അടുത്തു നിന്നും കൂട്ടയോട്ടം ഫ്ലാഗ് ഓഫ് ചെയ്യുകയും കൂട്ടയോട്ടം
പരവന്തല വഴി, ടൗൺ ഹാൾ റോഡ് വഴി, കോൺവെൻറ്റ് സ്കൂൾ റോഡ് വഴി, മാർക്കറ്റ് റോഡ് വഴി, അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നിന്നും ഇടതോട്ട് തിരിഞ്ഞ് പഴയ ബസ് സ്റ്റാൻഡ് വഴി RDO ഓഫീസിലേക്ക് എത്തി അവിടെ RDOവിന് നിവേദനം കൊടുത്ത് അവിടെ അല്പസമയം ചെലവഴിച്ചതിന് ശേഷം അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾക്ക് ഇതുവരെ വടകര പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഒരുപാട് സൗകര്യങ്ങളും സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പത്രങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ നമ്മുടെ ഈ വാർത്തകളൊക്കെ വലിയ പ്രാധാന്യത്തോടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ നമ്മുടെ കൺവീനർ സുനിൽ മാസ്റ്റർ, നമ്മുടെ ടെക്നിക്കൽ കമ്മിറ്റി മെമ്പർ ശ്രീ അനിൽ, ഇദ്ദേഹം ഒരു എഞ്ചിനീയറും കൂടിയാണ്, ഇദ്ദേഹമാണ് ഇവിടെ. ഇല്ല, സർവീസ് റോഡില്ല. സർവീസ് റോഡ് വന്നിട്ടുണ്ട്. അല്ല, നമ്മൾ നമ്മളത് NHAI അധികൃതർ സംസാരിച്ചപ്പോൾ നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവരൊരു കുറേ അവരെ സന്ദർശിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ പ്രൊജക്ട് ഡയറക്ടറെ സംബന്ധിച്ചപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിലെ കൂടെ തന്നെ സർവീസ് റോഡ്, മുമ്പ് സർവീസ് റോഡ് ഉണ്ടായിരുന്നു, അവിടെ മെർജിങ് പോയിൻ്റാണ്. നമ്മൾ ഹൈവേയിലേക്ക് കയറാനുള്ള വഴി, ഹൈവേ അങ്ങനെ കയറാൻ രണ്ട് ഭാഗത്തേക്ക് കയറാനുള്ള വഴിയാണ് തന്നത്. അപ്പോൾ ഇപ്പോൾ സർവീസ് റോഡായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോരാതെ അവർ പറഞ്ഞത് നിങ്ങൾക്ക് 2 വേ ആണെന്നാണ്. സാധാരണഗതിയിൽ ഒരു 2 വേ NH പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ട്രാൻസ്പോർട്ട് അതോറിറ്റിയും DYSP ഒക്കെയാണ് വടകരയുള്ള ഈ NHൻ്റെ അതുമായി ബന്ധപ്പെട്ട് 2 വേ വേണോ സിംഗിൾ വേ വേണോ എന്നൊക്കെ തീരുമാനിക്കുക. പക്ഷേ ഇവർ 7 മീറ്ററിൽ എങ്ങനെയാണ് 2 വേ നടപ്പിലാക്കുക? 2 വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ 7 മീറ്ററിൽ ഒരു 2 വേ അപ്രായോഗികമാണ്. അതെ 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 അതെ. പക്ഷേ ഈ ഫയർഫോഴ്സിൻ്റെ വാഹനം ഒരു ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവർ വീണ്ടും ലേറ്റ് ആവുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു ബസ് വന്നു കഴിഞ്ഞാൽ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾക്ക് 2 വാഹനങ്ങൾക്ക് ഒരുമിച്ച് 7 മീറ്റർ റോഡിൽ 2 വാഹനങ്ങൾ ഒരുമിച്ച് അങ്ങനെ പോകാനുള്ള വളരെ ബുദ്ധിമുട്ടുണ്ട്. അതും 7 മീറ്ററിൽ വരുന്ന ഒരു ഇല്ല, ഉണ്ടാവില്ല. ഈ 1.5 മീറ്റർ ഈ ഇവരുടെ ഡ്രെയിനേജ് കൂടിയാണ്. ആ ഡ്രെയിനേജിൻ്റെ സ്ലാബൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും. അതെ അതെ അതെ. ഞങ്ങൾ ആ ഈ വണ്ടികൾ ആ സുഖമായിട്ട് ഈ ഫയർഫോഴ്സിനോ എല്ലാത്തിന്റെ അടുത്ത് പണ്ടാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർഫോഴ്സ് അവിടെ നിന്ന് ഇറങ്ങി ആശാ ഹോസ്പിറ്റലിന് ഇങ്ങോട്ടേക്ക് വന്ന് അടക്കാത്തൊരു അതിന്റെ ആവശ്യമില്ല, ഇവിടെ നേരെ അങ്ങോട്ടേക്ക് പോകാന്നുള്ളതാണ് ഇതിലൊക്കെ അതിപ്രധാനമായ വിഷയം. അതായത് ഉറക്കാത്തേരി മുതൽ മലപുരമുക്ക് മാങ്ങാട്ടുപാറ അതൊക്കെ വരുന്നൊരു പഴങ്കാവ് വഴി പട്ടണത്തിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റോഡ് പഴങ്കാവ് ചോളംവയൽ റോഡാണ്. അത് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോൺവെൻറ്റ് സ്കൂള്, MMI സ്കൂൾ, BMI സ്കൂളൊക്കെ കുട്ടികൾ നടന്നു വരുന്നതാണ്. ആ വഴി നടന്നു വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞ് 26ഓളം റോഡുകൾ, ഇട റോഡുകളും താർ റോഡുകളും 26ഓളം റോഡ് 2 ഭാഗത്തും പിന്നെ പെരുവോട്ടുംതാഴ് ജംഗ്ഷനിൽ നിന്ന് അടക്കാത്തൊരു വരെ 26 റോഡുകളുണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഈ പറഞ്ഞ സ്ഥലത്തേക്കെല്ലാം വേറെ സ്ഥലത്തോട് പോകട്ടെ, അല്ല നമ്മൾ പഴങ്കാവ് നിന്ന്, അതായത് മാർക്കറ്റ് റോഡിൽ നിന്ന്, മാർക്കറ്റിൽ ഫിഷ് മാർക്കറ്റിൽ നിന്നോ പച്ചക്കറി മാർക്കറ്റിൽ നിന്നോ സാധനം വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പഴങ്കാവിൽ കൂടി ഫയർ സ്റ്റേഷനിലേക്ക് കൂടിയാണ് ഇറക്കാറ്. അവിടെ മറ്റേതും കറങ്ങി വീണ്ടും വരണം അവർക്ക്. ഇത് വളരെ എളുപ്പത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.